മേയർ ഡ്രൈവർ തർക്കം. തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ മേയറും ട്രാൻസ്പോർട്ട് KSRTC ഡ്രൈവറും തമ്മിൽ നടത്തിയ തർക്കത്തിൽ തിടുക്കപ്പെട്ട ഒരു റിപ്പോർട്ട് വേണ്ട എന്ന് ഗതാഗത മന്ത്രാലയം അറിയിക്കുന്നു. സംഭവം വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയാൽ മതിയെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം. ഗതാഗത മന്ത്രി ആവശ്യപ്പെട്ട റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ നൽകിയാൽ മതി. ആദ്യം ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു മന്ത്രി ആവശ്യപ്പെട്ടിരുന്നത്. സലീം അലി കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. സലീം, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ ഈ മേയർ ഡ്രൈവർ തർക്കത്തിൽ തിടുക്കപ്പെട്ട ഒരു റിപ്പോർട്ട് വേണ്ട, അതായത് പക്ഷം ചേർന്നുകൊണ്ടൊരു റിപ്പോർട്ട് വേണ്ട എന്നാണ് ഗതാഗത മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഒരാഴ്ച സാവകാശം, ഒരാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കണം, അത് കഴിഞ്ഞു പോകരുത്. ഇത്തരത്തിലൊരു സാവകാശം നൽകിയെങ്കിലും അത് വല്ലാതെ റിപ്പോർട്ട് സമർപ്പിക്കാൻ വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. പക്ഷേ എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമുള്ള ഒരു റിപ്പോർട്ടായിരിക്കണം സമർപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ഗതാഗത മന്ത്രിയുടെ ഓഫീസിൽ നിന്നും കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. KSRTC വിജിലൻസ് ഓഫീസർക്കാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ സംഭവം നടന്ന് അന്ന് രാത്രി തന്നെ ഇത്തരത്തിലൊരു അന്വേഷണത്തിന് ഉത്തരവിടുകയും ഒരു ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനുമായിരുന്നു ആദ്യം നിർദ്ദേശം നൽകിയത്. അതിനുശേഷമാണ് പിന്നീട് ഏതെങ്കിലും തരത്തിൽ ഇതൊരു ഡ്രൈവറും ഒപ്പം അപ്പുറത്തെ ഭാഗത്ത് മേയറും MLAയും ആയതുകൊണ്ട് തന്നെ പക്ഷം ചേർന്നുള്ള റിപ്പോർട്ട്, അങ്ങനെയുള്ള റിപ്പോർട്ട് വേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ ഗതാഗത മന്ത്രിയുടെ നിലപാട്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ വിശദമായി പരിശോധിക്കണം. കേശവദാസപുരം മുതൽ പട്ടം വരെയുള്ള മുഴുവൻ CCTV ദൃശ്യങ്ങളും ശേഖരിക്കണം. മാത്രമല്ല പോലീസുമായി സഹകരിച്ച് പോലീസിന്റെ റിപ്പോർട്ട് കൂടി പഠിച്ചതിന് ശേഷമായിരിക്കണം ഈ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് എന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ KSRTCയുടെ ഭാഗമായി ഈ ഡ്രൈവർ യദുവിനെതിരെ തൽക്കാലം യദുവിനെ ഡ്യൂട്ടിയിൽ പ്രവേശിപ്പിക്കേണ്ടെന്ന ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അത് അന്വേഷണ വിധേയമായുള്ള ഒരു മാറ്റി നിർത്തലാണ്. എന്നാൽ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള മറ്റൊരു ഉത്തരവും വന്നിട്ടുമില്ല. അതൊക്കെ ഈ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷമായിരിക്കും തീരുമാനിക്കുക എന്നാണ് ഗതാഗത മന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.